ലോകമെങ്ങും ഇന്ധനവില കുതിച്ചുയരുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ അന്തരീക്ഷം ആഗോള വിപണിയെ വരിഞ്ഞു മുറുക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമുദ്ര നിയമമായ ജോൺസ് ആക്ടിൽ 60 ദിവസത്തേക്ക് താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചത് ലോക ശ്രദ്ധ നേടുന്നു. എന്താണ് നൂറ്റാണ്ട് പഴക്കമുള്ള ജോൺസ് ആക്ട്? 1920 നിലവിൽ വന്ന ഒരു നിയമമാണ് ഇത്. ഇതനുസരിച്ച് അമേരിക്കയിലെ 2 തുറമുഖങ്ങൾക്കിടയിൽ ചരക്ക് നീക്കം ചെയ്യണമെങ്കിൽ ആ കപ്പൽ അമേരിക്കയിൽ നിർമ്മിച്ചതാകണം, അമേരിക്കൻ പതാകയ്ക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തതാകണം, ജീവനക്കാരും ഉടമസ്ഥരും അമേരിക്കക്കാരായിരിക്കണം. ഈ കർശന നിയമം കാരണം ആഭ്യന്തരമായി ഇന്ധനം എത്തിക്കുന്നത് വലിയ ചെലവും കാലതാമസവും നേരിട്ടിരുന്നു. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ ഹൃദയമിടിപ്പാണ് ഹോർമസ് കടലിടുക്ക്. ലോകത്തെ 20% എണ്ണയും പ്രകൃതി വാതകങ്ങളും കടന്നു പോകുന്ന ഈ പാത ഇറാൻ നിയന്ത്രിച്ചതോടെ വിതരണം താളം തെറ്റി. പ്രതിദിനം 70 ലക്ഷം മുതൽ 1 കോടി ബാരൽ വരെ എണ്ണയുടെ കുറവാണ് വിപണിയിലുള്ളത്. ഇതിന്റെ ഫലമായി അമേരിക്കയിൽ മാത്രം പെട്രോൾ വില ആഴ്ചകൾക്കുള്ളിൽ 25% വർദ്ധിച്ചു. ഇന്ധനക്ഷാമം പരിഹരിക്കാൻ ഈ നിയമത്തിൽ 60 ദിവസത്തേക്ക് ട്രംപ് ഇളവ് നൽകി. ഇനി മുതൽ വിദേശ കപ്പലുകൾക്കും അമേരിക്കൻ തീരങ്ങളിലൂടെ എണ്ണയും ഗ്യാസും എത്തിക്കാം. ഇതിലൂടെ ഗൾഫ് കോസ്റ്റിലെ റിഫൈനറികളിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പെട്രോൾ, ഡീസൽ, ജെറ്റ് ഫ്യൂവൽ എന്നിവ വേഗത്തിലെത്തും. കർഷകർക്ക് ആവശ്യമായ വളം കുറഞ്ഞ ചെലവിൽ എത്തിക്കാനും ഇത് സഹായിക്കും. ഇതോടൊപ്പം തന്നെ പ്രതിസന്ധി നേരിടാൻ ട്രംപ് ഭരണകൂടം മറ്റ് നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇറാഖിലെ എണ്ണ കയറ്റുമതി പുനരാരംഭിച്ചത് ചെറിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ അവസാനിക്കാതെ വിപണി ശാന്തമാകില്ല. താൽക്കാലിക ഇളവുകൾ അമേരിക്കയ്ക്ക് ആശ്വാസം നൽകിയേക്കാം. പക്ഷേ പശ്ചിമേഷ്യയിലെ സമാധാനം മാത്രമാണ് ഈ ആഗോള പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.